പ്രവർത്തനമാരംഭിച്ച 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടം സ്വന്തമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 950 കപ്പലുകളാണ് ഇതുവരെ വിഴിഞ്ഞത്തെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്ന തുറമുഖം 2024 ഡിസംബറിലാണ് വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത്. 2024 പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ഇന്ത്യൻ തുറമുഖമായി മാറി. ഈ 18 മാസത്തിനിടയിൽ 950-ലധികം കപ്പലുകൾ തുറമുഖത്തെത്തി. ഇതിൽ 67 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ഐറീന, MSC വെറോണ എന്നിവയും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ദക്ഷിണേന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയൊരു നേട്ടമായി മാറുന്നു എന്നാണ് 18 മാസ കാലയളവിലെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്ന തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം. 2025 മെയ് മാസത്തിൽ ഇത് രാജ്യത്തിന് സമർപ്പിച്ചു. 2025 ഓഗസ്റ്റിൽ തന്നെ വിഴിഞ്ഞം 10 ലക്ഷം TEU നേട്ടവും കൈവരിച്ചു. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് വിഴിഞ്ഞം തുറമുഖം ഈ നേട്ടം കൈവരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥ വലിയ തോതിൽ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയതും ഈ കാലയളവിലാണ്. ഇറാനിലെ സംഘർഷാവസ്ഥ മൂലം നിരവധി കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ വരിനിന്നത് വാർത്തയായിരുന്നു. പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 950-ലധികം കപ്പലുകളാണ് വിഴിഞ്ഞം കൈകാര്യം ചെയ്തത്. ഇതിൽ 400 മീറ്റർ നീളമുള്ള 67 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും ഉൾപ്പെടുന്നു. ഇതും ഇന്ത്യയിലെ റെക്കോർഡാണ്. വരും തലമുറയിലെ വമ്പൻ കണ്ടെയ്നർ കപ്പലുകളെയും സ്വീകരിക്കാൻ സജ്ജമാവുകയാണ് വിഴിഞ്ഞം. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര ഗതാഗതം നടത്താൻ വിഴിഞ്ഞത്തിന് വലിയ സാധ്യതയുണ്ട്. ഏകദേശം 20 മീറ്റർ പ്രകൃതിദത്ത താഴമുള്ളതിനാൽ വലിയ കപ്പലുകൾക്ക് ഡ്രെഡ്ജിംഗ് ആവശ്യമില്ലാതെ തന്നെ തുറമുഖത്തെത്താൻ കഴിയും. ഇത് ടേൺ എറൌണ്ട് സമയം കുറയ്ക്കും. ദക്ഷിണേന്ത്യ, യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക എന്നിവയെ ബന്ധിപ്പിക്കുന്ന സ്ഥിരമായ ഷിപ്പിംഗ് സർവീസുകളും വിഴിഞ്ഞത്തിൽ നിന്ന് ലഭ്യമാണ്. ഇത് കണ്ടെയ്നർ ഗതാഗതം വേഗത്തിലാക്കും. പ്രധാന ആഗോള ഷിപ്പിംഗ് പാതകളോട് അടുത്തായതിനാൽ ഷിപ്പിംഗ് കമ്പനികൾക്ക് യാത്രാസമയവും ഇന്ധന ചെലവും ലാഭിക്കാനാകും. അതിനിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാകാനുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് വിഴിഞ്ഞം കടന്നു കഴിഞ്ഞു. ഇപ്പോഴുള്ളതിന്റെ 5 ഇരട്ടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് 3 വർഷത്തിനുള്ളിൽ കൈവരിക്കുക. 2028 പൂർത്തിയാകുന്ന 10,000 കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ വാർഷിക കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ ശേഷി 10 ലക്ഷം TEUവിൽ നിന്ന് 50 ലക്ഷം TEU ആയി വർദ്ധിക്കും. എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുകയുടെ വികസനം വിഴിഞ്ഞത്തുണ്ടാകും. ഇറക്കുമതി, കയറ്റുമതി രംഗങ്ങളിൽ മേൽക്കൈ നേടാനും വിഴിഞ്ഞത്തിന് രാജ്യത്ത് ഇറക്കുമതി ചെയ്യേണ്ട കണ്ടെയ്നറുകൾ എത്തിക്കാനും ഇവിടെ നിന്നും കണ്ടെയ്നറുകൾ കയറ്റുമതി ചെയ്യാനും ഇവിടുത്തെ പൂർണ്ണ പണി കഴിയുമ്പോൾ കഴിയും. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കവും ഉണ്ടാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്തടുക്കാനാകും. കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്ത് വലിയ കുതിപ്പേകുന്നതിനൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുങ്ങും. രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രകൾക്കിടയിൽ ഇന്ധനം നിറയ്ക്കാൻ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താം. നിലവിൽ വമ്പൻ തുറമുഖങ്ങളിൽ മാത്രമേ ഈ സൗകര്യമുള്ളൂ. ഇത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തെ കാര്യമായി സഹായിക്കും. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്കിടയിൽ രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് സമീപത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുള്ളതിനാൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കും. വിഴിഞ്ഞം രണ്ടാം ഘട്ട വികസനത്തിനായി അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതാണ് നേട്ടം. 55 ഹെക്ടർ ഭൂമി കടൽ നികത്തി എടുക്കും. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടെ ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 35,000-ൽ നിന്ന് 1,00,000-ആയി ഉയരും. ആകെ ക്രെയിനുകളുടെ എണ്ണം 100 ആകും. ഇതിൽ 30 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രേറ്റ് ബെർത്ത് തുറമുഖമാകുന്നതോടെ ഒരേ സമയം 4 മദർഷിപ്പ് വിഴിഞ്ഞത്തേക്ക് അടുപ്പിച്ച് ചരക്ക് കൈമാറ്റം നടത്താനാകും. പുലിമുട്ടിന്റെ നീളം 4 കിലോമീറ്റർ ആകും. പുതിയതായി ഷിപ്പിംഗ് കമ്പനികളും ലോജിസ്റ്റിക് കമ്പനികളും വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനനുസരിച്ച് തൊഴിലവസരങ്ങളും വർദ്ധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.